എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണേ മണവാട്ടി ചിക്കൻ. മണവാട്ടി ചിക്കൻ ഞങ്ങളുടേതായ രീതിയിൽ അങ്ങോട്ട് ചെയ്യാണ്. നേരിട്ട് വർക്കാണ് ചെയ്യണേ. പക്ഷെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വറുത്തപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പോടയും കൂടി തിരുമ്മി എടുക്കുകയാണ്. 1 സ്പൂൺ മഞ്ഞപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി ഇടണം കേട്ടോ. 2 സ്പൂണാണ് മുളക് പൊടി. ഉപ്പിട്ടോ? ഉപ്പിട്ടു. എന്തോരം ഇട്ടോ? കുറച്ചുകൂടി ഇടണം. 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ. കുറച്ച് വിനാഗിരി ഒഴിക്കണം. മതിയോ? ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഒന്ന് വരഞ്ഞെടുക്കണം. നമ്മള് ഉണ്ടാക്കിയ ഇതിലേക്ക് തേച്ചു കൊടുക്കാം. ഇതിന്റെ ഉള്ളിലൊക്കെ തേച്ചെടുക്കാണ്. ഇതൊന്ന് ഇഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചിട്ട് വരാം അല്ലേ? ആരോടാ ശരി എന്ന് പറയണേ? എല്ലാവർക്കും ശരി കേട്ടോ. ഞങ്ങളിത് വേവിച്ചിട്ട് വരാട്ടോ. അപ്പൊ നമ്മള് മണവാട്ടി ചിക്കനുള്ള മസാല റെഡിയാക്കാൻ പോവാണ്. കുട്ടിക്ക് വേറെയോ? കുട്ടിക്ക് മതി. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ, മൈദ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതെന്തൊക്കെയാന്ന് പറയാം. ഉപ്പ്, കസ്തൂരി മേത്തി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉണക്കമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. കുറച്ച് ഉപ്പ് ഇട്ടിടും. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ്. എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇളക്കിയാണ് മിക്സ് ചെയ്യണം. നമ്മുടെ ചിക്കൻ ഇഡലി പാത്രത്തിലൊക്കെ വെച്ച് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ മസാല വരട്ടിയിട്ട് ഇനി ഇതിനെ വറുത്തെടുക്കണം. അപ്പോൾ മസാല നമ്മൾ റെഡിയാക്കി വെക്കുന്ന മസാല ഇതിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് ഇഡലി പാത്രത്തിൽ വെച്ച് വേവിക്കണം എന്നില്ല. ഞങ്ങളൊരു കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടിയില്ലായിരുന്നു. അത് കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് വേവിച്ചിട്ടാണ് ചെയ്തത്. വെളിച്ചെണ്ണ ചൂടായി. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ മണവാട്ടി ചിക്കനെ ഞങ്ങൾ ഇടണം അല്ലേ? ശരി. ഹലോ. ഇത് നമ്മുടെ മണവാട്ടി ചിക്കൻ റെഡി ആയേക്കാണ്. എന്തുകൊണ്ടാണ് മണവാട്ടി ചിക്കൻ എന്ന് പറയാൻ കാരണം? ദേശയ്ക്ക് അറിയാവോ?
നമ്മൾ മണവാട്ടിയെ പോലെ ചിക്കനെ ഒരുക്കി നല്ല സുന്ദരിയാക്കി നിർത്തിയേക്കാണ് അല്ലേ? അതുകൊണ്ടാണ് ചിക്കന് മണവാട്ടി ചിക്കൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഇത് അടിപൊളിയായിട്ട് സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് ഉണ്ട്, മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൊണ്ടൊന്ന് കഴിച്ചു നോക്കിയാലോ? എങ്ങനെ ഉണ്ടമ്മ? പക്ഷെ എന്താ കഴിക്കണേ? തലയാണോ? മുട്ട കൊണ്ടൊരു തലയൊക്കെ ഉണ്ടായി അല്ലേ? ഇഷ്ടപ്പെട്ടോ? ആ, ദശ ചിക്കൻ വേണമെന്നാണ് പറയണേ. ദശയ്ക്ക് ഒരു ചിക്കൻ കഷ്ണം എടുത്ത് കൊടുത്തു പോലെ കഴിച്ചു നോക്ക്. എല്ലാം കൂടെ മയോണൈസ് വേണ്ടേ? ചൂടുണ്ടോ? ഇച്ചിരി മയോണൈസ് തന്നാലോ? കഴിച്ചു നോക്ക. നമ്മൾ മയോണൈസിൽ മുക്കി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഡലി പാത്രത്തിൽ വെച്ചാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.